സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഒരു റൂള് വെക്കണം. അതായത് തിയേറ്ററുകളിൽ അവരവിടെ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ ഏതാണ്, സ്പീക്കർ ഏതാണെന്നുള്ളത് അവിടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. PVR ലുലു മോളിൽ 99 രൂപയുടെ ഓഫർ പ്രൈസിന് സിനിമ കാണാൻ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിവിടെ തുറന്നു പറയുന്നത്. വീരധീര സൂരൻ എന്നുള്ള സിനിമ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നത്. വീരധീര സൂരൻ 99 റുപ്പീസ് ഓഫർ വന്നപ്പോൾ പോയതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഞാൻ രണ്ടാമതാണ് ഈ സിനിമ കാണുന്നത്. ആദ്യത്തെ തവണ ഞാനത് ഇറങ്ങിയ ദിവസം തന്നെ വനിതയിൽ സ്ക്രീൻ 4 സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുഭവം അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. 99 റുപ്പീസ് ഓഫർ കണ്ടപ്പോഴേക്കുമാണ് ഞാൻ ഇവരിത് കൊണ്ടുപോയത്. 4th അൺഫോർച്ചുനേറ്റ്ലി ആ ഓഫർ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് PVR ലുലു എടപ്പള്ളിയിലുള്ള വെന്യൂവിലാണ്. ഞങ്ങളവിടെ പോയി. സ്ക്രീൻ 1 സിനിമ. സ്ക്രീൻ 1 ഈ അടുത്ത് 4K സീനോൺ പ്രൊജക്ഷനാക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൂലി ഒരു അപ്ഗ്രേഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2Kയിൽ നിന്ന് 4K ആക്കി. 4K ലേസറാണ് ആക്കേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സൈസും അതിൻ്റെ സ്ക്രീനും എല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ഇറ്റ് ട്രൂലി ഡിസേർവ്സ് ടു ബി 4K ലേസർ എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ്. എന്തായാലും 4K സീനോൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഞാൻ രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, എനിക്ക് സിനിമ ആദ്യത്തവണ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടാണ്. അതിൻ്റെ അഭിപ്രായം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നോക്കിയാൽ മതി. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പിൻ കമൻറ്റ്. എൻ്റെ അമ്മയ്ക്കും വൈഫിനും എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിന് നല്ലപോലെ സിനിമ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവമാണ് തോന്നിയത്. വിക്രത്തിൻ്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു സീനുണ്ടല്ലോ, ഇങ്ങനെ ഒരാൾ സീഷർ വന്നിട്ട് പോയി വീഴാൻ പോകണമെന്നൊരു സീൻ ഒറ്റക്കൈ വെച്ച് വിക്രം ഇങ്ങനെ പിടിക്കണം. അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. പക്ഷെ അമ്മയുടെ അഭിപ്രായത്തിൽ അമ്മ പറഞ്ഞത് കുറച്ച് ലാഗ് അടിച്ചു സിനിമ കണ്ടപ്പോൾ എന്നുള്ളതാണ്. അനുഭവം അത് തന്നെ പറഞ്ഞു, ഇത്രയും ലെങ്തി ആക്കേണ്ടായിരുന്നു സിനിമ, കുറച്ചും കൂടി ഒന്ന് കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായം എൻ്റെ അമ്മയും വൈഫും പറഞ്ഞുണ്ടായി. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടപ്പോഴേക്കും നല്ല ഓളപ്പുറത്ത് കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീൽ ആയില്ല. പക്ഷേ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണ്. സെക്കൻഡ് വാച്ച് കണ്ടപ്പോഴേക്കും കുറച്ച് ലാഗ് എനിക്കും തോന്നി ചിലയിടങ്ങളിൽ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ട്രിം ചെയ്ത് ടൈറ്റ് ആക്കാമായിരുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു സിനിമ തന്നെയാണ്. വൈഫിനും ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്കും തരക്കേടില്ലാത്തൊരു മൂവിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇഷ്ടപ്പെട്ടു അമ്മക്ക്. എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് റേസ്. അപ്പോൾ എന്തായാലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇതുണ്ടല്ലേ എൻ്റെ ഫാമിലിയിൽ തന്നെ 3 രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതാണ് സിനിമയെ പറ്റിയുള്ള കാര്യം. എടുത്തു പറയേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വനിതയിൽ ഈ സിനിമ സ്ക്രീൻ 4 കണ്ടിട്ട് ഇവിടെ സ്ക്രീൻ 1 കണ്ടപ്പോൾ ഡിഫറൻസ് എനിക്ക് തോന്നിയത് കളേഴ്സും ബ്രൈറ്റ്നെസ്സിലുമാണ്. ഇവിടെ ഭയങ്കര ബ്രൈറ്റ്നസ് ഡിഫറൻസോ അല്ലെങ്കിൽ ഭയങ്കര കളർ ഡിഫറൻസോ എനിക്ക് ഫീൽ ആയില്ല. എന്നാലും എനിക്ക് തോന്നിയത് ഇവിടുത്തെ സ്ക്രീൻ ഭയങ്കര വലുതായതുകൊണ്ടാണെന്നുകൊണ്ട് ഒരു 10% ഒരു കുറവ് പോലെ ഉള്ളൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. മേ ബി വന്നിരിക്കുന്ന DCP സിനിമയുടെ ഭയങ്കര അടിപൊളിയായിരുന്നു. 4K 7.1 IAB അങ്ങനെ എന്തോ ആണ് DCP വന്നത്. പക്ഷേ ഇവിടെ IAB പ്ലേ ആവില്ല, കാരണം ഇവിടെ 7.1 ആണ്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ OD 1 ഈ 4K സീനോൺ ആക്കിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ലേസർ വെക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അതൊരു അറ്റ്മോസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു. കാരണം ആ തിയേറ്റർ അതിന് മാത്രം വലിപ്പമുണ്ട്, അത്രയും സീറ്റ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒരു വലിയ ഓഡിറ്റോറിയമാണ്. എനിക്ക് തോന്നുന്നു സ്ക്രീൻ 6 കഴിഞ്ഞാൽ ഏറ്റവും വലുത് സ്ക്രീൻ 5, അത് കഴിഞ്ഞാൽ സ്ക്രീൻ 1 ആണെന്നുണ്ട് ഏറ്റവും വലുത്. അപ്പോൾ വലിപ്പത്തിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ സ്ക്രീൻ 5ഉം സ്ക്രീൻ 1ഉം അറ്റ്മോസ് ആക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് നല്ലപോലെ ഉണ്ട്. പിന്നെ ഇത് കണ്ടത് 99 റുപ്പീസിലായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി. എന്നോട് ചോദിക്കുകയാണെങ്കിൽ PVR ലുലു എടപ്പള്ളിയിലുള്ള ആ വെന്യൂയുടെ ഒരു കറക്റ്റ് പ്രൈസിങ് അതാണ് 99 റുപ്പീസ്. അതിനുള്ളതേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ആ തിയേറ്ററിന് ഒരു ടിക്കറ്റ് റേറ്റ് എന്നോട് പറയാൻ പറഞ്ഞാൽ 99 റുപ്പീസിന് പോയി കാണാൻ പറ്റിയ ഒരു വെന്യൂ ആയിട്ട് എനിക്ക് ഫീൽ ആവുന്നുള്ളൂ. അല്ലാതെ അതിന് മുകളിൽ പൈസ കൊടുത്ത് കാണാൻ മാത്രം അവിടെ ഒരു ശബ്ദ സംവിധാനമോ അല്ലെങ്കിൽ പ്രൊജക്ഷൻ സംവിധാനമോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. അതേസമയം ഇതേ PVRൻ്റെ തന്നെ ഞാൻ പോയിട്ടുള്ള മറ്റുള്ള വെന്യൂസ്, അതായത് ഇപ്പോൾ മുംബൈയിലുള്ള വെന്യൂസ് എടുത്ത് നോക്കിക്കോ, ഡൽഹിയിലെ വെന്യൂസ് ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് ലേസറാക്കി കഴിഞ്ഞു. ഈവൻ അവരുടെ ഐമാക്സുകളൊക്കെ ലേസറാക്കി കഴിഞ്ഞു, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൻ്റെ കാര്യം കഷ്ടം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് PVR ചെയ്യുന്നില്ല എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ചാൽ ഈ പറഞ്ഞ 150 രൂപ മുകളിലേക്കുള്ള ടിക്കറ്റ് പ്രൈസിന് ഈ ഒരു വെന്യൂ PVR ലുലു കൊച്ചി അല്ലെങ്കിൽ PVR ഒബ്രോൺ മോൾ അർഹനല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. 99 രൂപക്കാണെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്.
ഫോറം മോളിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ തിയേറ്ററാണ്. അവിടെ എനിക്ക് ആ പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു 220 രൂപ വരെ അവിടെ ടിക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നതിനൊന്നും എനിക്കൊരു മടിയില്ല. പക്ഷേ അവിടുത്തെ തുടർച്ചയായിട്ടുള്ള കോണ്ടൻറ്റ് മിസ്മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. അത് തുടർച്ചയായിട്ട് എപ്പോഴും ഫ്ലാറ്റ് റേഷ്യോ സിനിമകൾ സ്കോപ്പ് റേഷ്യോ സ്ക്രീനിൽ കൊണ്ടുപോയിടുക, സ്കോപ്പ് റേഷ്യോ സ്ക്രീനുകൾ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളത് അവരൊരു ആളുകളെ കളിയാക്കുന്ന അല്ലെങ്കിൽ എന്നെപ്പോലുള്ള കസ്റ്റമറുകളെ കളിയാക്കുന്ന രീതിയിലെ ഒരു പ്രവണതയായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. കാരണം ഇന്ന് പോലും തെറ്റിച്ച് കിട്ടുന്നുണ്ട് ഒരു സിനിമ സ്ക്രീൻ 6 കൊണ്ടുപോയിട്ട്, അതൊരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്, അവിടെ കൊണ്ടുപോയി സ്കോപ്പ് റേഷ്യോ പടമായിട്ടുള്ള സിന്നേഴ്സ് അല്ലെങ്കിൽ പോട്ടെ മറ്റേ സിനിമ ഉണ്ടല്ല നീസ, ഇതൊക്കെ കൊണ്ടുപോയി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തണ്ടർ ബോൾസ്, ഇതൊക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ശോകമാണത്. ഫ്ലാറ്റ് റേഷ്യോ സിനിമകൾ ഫ്ലാറ്റ് സ്ക്രീനായിട്ടുള്ള 6, ഇത് കൂടാതെ 5 ഫ്ലാറ്റ് സ്ക്രീൻ മൊത്തത്തിലുണ്ട്, അവിടെ ഇടുന്നതിന് പകരം ഇത് സ്കോപ്പിൽ കൊണ്ടുപോയിട്ട് ഇത് തുടർച്ചയായിട്ടുള്ള കണ്ടൻറ് മിസ്മാനേജ്മെൻറ്റ്. ഞാൻ എണ്ണിയെടുത്തോളം ഒരു കൊല്ലം ഒരു മാസത്തിൽ 31 സിനിമയാണ് തെറ്റിച്ച് അവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. 5 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഒരു കൊല്ലം ഒരു മാസത്തിൽ 31 തവണ ഞാൻ എണ്ണിയത്? എൻ്റെ എണ്ണത്തിൽ പെടാതെ പോയതും കൂടി കൂട്ടി അപ്പോൾ എത്ര സിനിമകളുണ്ടാവും തെറ്റിച്ചിട്ടേക്കണത്? ഒരു ഗംഭീര വെന്യൂ ആണ്, പക്ഷെ എന്ത് കാര്യം ഇരിക്കണം കണ്ടൻറ് മിസ്മാനേജ്മെൻറ്റ്. ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നതാവട്ടെ, ആ ഫോറം മോളിൽ കിട്ടിയ സ്പെക്സ് എല്ലാം ഈ ലുലു മോളിലുള്ള PVRന് കിട്ടിയിരുന്നെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള കണ്ടൻറ് മിസ്മാനേജ്മെൻറ്റ് വരാറുള്ളൂ. ശരിക്കും ദേ ഡിസേർവ് ദിസ് ഹോൾ ലേസർ എന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെ കോണ്ടൻറ്റ് അത്യാവശ്യം ഡീസൻ്റായിട്ട് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒരു വെന്യൂവിൽ എല്ലാ തിയേറ്ററിനും കൊടുത്തിരിക്കുന്ന സ്പെക്ക് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്പെക്സ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈവൻ ഓഡിയൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോറം മോളിലേക്കാൾ കൂടുതൽ ആൾക്കാർ ഇരച്ച് കയറി ഈ ലുലു മോൾ PVRൽ ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയധികം ഓഡിയൻസിനെ കാണാറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ വെന്യൂ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, ലേസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, എല്ലാ തിയേറ്ററുകളും അറ്റ്മോസിലേക്ക് എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാഴ്ചയുണ്ട്. ഈ സിനിമ കണ്ടുകഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മൈൻക്രാഫ്റ്റ് 3D 4DXൽ അവിടെ കളിക്കുന്നുണ്ട്. എന്തോരം ക്രൗഡ് ഉണ്ടായിരുന്നു. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായി, എന്നിട്ടും ക്രൗഡ് ഉണ്ട്. എന്നിട്ടും ആ ഒരു പർട്ടിക്കുലർ 4DX, അതും കേരളത്തിൽ 2 ഉള്ളത്, ട്രിവാൻഡ്രത്ത് ഒരെണ്ണം, കൊച്ചിയിൽ ഇവിടെ ഒരെണ്ണം. എന്നിട്ടും ആ 4DX പോലും ഇത്രയും നാളായിട്ട് അവർ ഒരു 2K ലേസർ പ്രൊജക്ടറായിട്ട് പോലും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്രയും ആളുണ്ടായിട്ട് കൂടി ഇത്രയും ഒരു മാസമായിട്ട് ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെ ആൾക്കാരുണ്ടെങ്കിലും വരുന്ന കസ്റ്റമേഴ്സിനോട് ഇച്ചിരിയെങ്കിലും ഒരു നീതി പാലിക്കുക എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഇവിടെ പല സിനിമകളും ഇപ്പോൾ ഒരാഴ്ച പോലും തികച്ച് ഓടാറില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് വാഷ് ഔട്ടായി പോകുന്ന പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 2 ദിവസം പോലും ഓടാതെ വാഷ് ഔട്ടായി പോകുന്ന മലയാളം പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. 2 ദിവസം ഓടില്ല. ഫസ്റ്റ് ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ സംഭവം ആറ്റം ബോംബാന്ന് അഭിപ്രായം പൊതുവെ വന്നു കഴിയുമ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് എടുത്തു കളഞ്ഞ ചരിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ഈ കൊല്ലം 2025 കാര്യമാണ് ഞാനീ പറയണത്. അങ്ങനെയുള്ള സമയത്താണ് ഒരു ഇംഗ്ലീഷ് പടം, അന്യഭാഷാ ചിത്രം ഇവിടെ ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഓടുന്നത്. സോണിക്ക് കഴിഞ്ഞ കൊല്ലം 3 മാസം എന്തോ കിടന്ന് ഓടിയ പടം. അതുപോലെ എന്തോരം സിനിമകൾ അങ്ങനെ ഓടിയിട്ടുണ്ടെന്ന് അറിയാം. ഫൈറ്റർ, ഹൃത്തിക് റോഷൻ്റെ സിനിമ ഇത്ര മാസം ആ സിനിമ ഇവിടെ ഓടി. അങ്ങനെ 4DXൻ്റെ തന്നെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരുപാട് സിനിമകൾ ഓടിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഓൾ ദീസ് വെന്യൂസ് ആർ നോട്ട് ഗെറ്റിംഗ് ദർ ഡ്യൂ അപ്ഗ്രേഡ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ള. ഞാൻ ആസ് എ ഫിലിം ലവർ, ആസ് എ തിയേറ്റർ എന്തൂസിയാസ്റ്റ്, ഞാൻ നിങ്ങളോട് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അൺലെസ് ആൻഡ് അണ്ടിൽ വി ക്വസ്റ്റ്യൻ ദീസ് പീപ്പിൾ, അൺലെസ് ആൻഡ് അണ്ടിൽ വി ഡൂ സംതിങ്, ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഓരോരുത്തരും സിനിമ കാണാൻ പോകുന്ന ഓരോരുത്തരും കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പലരും ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കമൻറ്റിൽ വന്ന് ഒരുപാട് പേര് വായിക്കത്തോരാ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതിൽ എത്ര പേരാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? നിങ്ങൾ മെയിലായിട്ടും റിട്ടേൺ ആയിട്ടും ഒക്കെ ഈ വെന്യൂസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, ഹയർ അതോറിറ്റിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ചെന്ന് കഴിയുമ്പോഴേക്കും അവർ ഫോഴ്സ്ഡ് ആവും ഈ പറഞ്ഞ പ്രൊജക്ഷനും സൗണ്ടൊക്കെ മാറ്റാൻ. ഈവൻ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനത്തെ വെന്യൂസിൽ ഈ 99 റുപ്പീസ് ഉള്ളപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ചിട്ട് അവർക്ക് അർഹിക്കുന്ന ടിക്കറ്റ് പ്രൈസ് എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ
മാക്സിമം ഇത്തരം വെന്യൂസിൽ ഈ ഓഫറുകൾ വരുമ്പോഴേ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരു തിയേറ്ററിലും ആ ഒരു പർട്ടിക്കുലർ സിനിമ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ വെന്യൂസിൽ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വെന്യൂ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടണം. എനിക്ക് സത്യം പറഞ്ഞാൽ ലുലു മോളിലോ അല്ലെങ്കിൽ PVR ഒബ്രോണിൽ പോകുന്നതാണ് എളുപ്പം. PVR ലുലുവിൽ അല്ലെങ്കിൽ PVR ഒബ്രോ എൻ്റെ വീടിന് തൊട്ടടുത്ത ബെയർലി 2 കിലോമീറ്റേഴ്സ്. അതേസമയം ഞാൻ 10 കിലോമീറ്റർ അടുത്ത് ദൂരം അല്ലെങ്കിൽ ഒരു 5 മുകളിൽ കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുക അങ്ങ് PVR ഫോറം മോളിൽ പോകാനായിട്ട് മരടിലുള്ള. എനിക്ക് പെട്രോൾ കാശ് അല്ലെങ്കിൽ ഞാൻ ഡീസൽ കാർ ഉപയോഗിച്ച് പോകണമെങ്കിൽ ഡീസൽ കാശ്, എൻ്റെ സമയം, ആരോഗ്യം എല്ലാം കൂടുതലാവുകയാണ് എനിക്ക് ആ PVR ഫോറം മോളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചുറ്റുവട്ടത്തുള്ള തിയേറ്ററുകൾ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കതാണ് സൗകര്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരുടെയൊക്കെ രണ്ടുപേരുടെ നടുവിലിരിക്കുന്ന വനിതാ സിനിപ്ലക്സിൽ പോകുന്നത്. കാരണം എന്താ, ഈ പറഞ്ഞ ലുലു PVRന് നേരെ പിറകിലായിട്ടാണ് ഒരു വ്യക്തി പറഞ്ഞ ജോഗ്രഫിക്കലി വനിതാ സിനിപ്ലക്സ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ ലുലു PVR അല്ലെങ്കിൽ PVR ഒബ്രോ മോളിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ടാണ് വനിതാ സിനിപ്ലക്സ് ഇരിക്കുന്നത്. അവിടെ പോയാലുള്ള ഗുണം എന്തൊക്കെയാണ്? ഫ്രീ പാർക്കിങ്ങിന് പൈസയില്ല. ഫുഡ് ഈ പറഞ്ഞ അത്ര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആഡ് അഡ്വാൻറ്റേജാണ്. പിന്നെ അടിയിൽ പാർക്കിങ്ങിന് പൈസയും കൊടുത്ത് മുകളിലേക്ക് 4 നില വരെ പിടച്ചു കയറേണ്ട ആവശ്യമൊന്നുമില്ല. പാർക്ക് ചെയ്യാൻ നേരെ കയറുക. അതെന്തുകൊണ്ട് എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ അനിയനെയും കൊണ്ട് അല്ലെങ്കിൽ അമ്മയും കൊണ്ട് സിനിമയിൽ പോകുകയാണെങ്കിൽ എൻ്റെ നമുക്ക് ഇപ്പം അത്ര സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് മുകളിൽ വരെ കയറൽ ഇച്ചിരി ബുദ്ധിമുട്ട്. ഈവൻ എസ്കലേറ്ററോ അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടാണ്. ഒരു വിധത്തിൽ പറയുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്. നേരത്തെ പോകേണ്ട അവസ്ഥയൊക്കെയാണ്. വനിതാ സിനിപ്ലക്സിൽ ലാസ്റ്റ് മിനിറ്റ് പോയാൽ പോലും നമുക്ക് ഓടി അങ്ങ് കയറാം. കാരണം വണ്ടി പാർക്ക് ചെയ്ത് നേരെ അങ്ങ് കയറാം. അധികം നടക്കാനില്ല, സ്റ്റെപ്പ് കയറാനില്ല, അങ്ങനത്തെ സംഭവമാണ്. ഞാനിപ്പോൾ വനിത മാത്രം അവിടെ ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വനിത പോലെയുള്ള ഒരുപാട് തിയേറ്റേഴ്സ് വേറെ വരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കളമശ്ശേരിയിലോ അല്ലെങ്കിൽ ഇവിടെ പാലായിട്ടത്തൊരു തിയേറ്റർ വരട്ടെ. എനിക്കെന്ത് സൗകര്യമാണെന്ന് അറിയാമോ? ഞാനിത് പേരെടുത്ത് ഇങ്ങനെ പറയുന്നത് ഇത് മാത്രം ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഈ പറഞ്ഞ എല്ലാ തിയേറ്ററുകളിലും ഞാൻ പോയി സിനിമ കാണുന്ന ആളാണ്. ഇപ്പോൾ ഈ കൊല്ലം തന്നെ ഞാൻ ഏകദേശം 80 മുകളിൽ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ കൂടുതലും ഇത്തവണ കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് PVRൻ്റെ സ്ഥാപനങ്ങളായ ഈ 3 വെന്യൂസിലാണ് ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്നത്. പൊതുവെ വനിതയിലാണ് കൂടുതൽ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ എനിക്ക് ഷോ അലോട്ട് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടിയ സ്ഥലങ്ങൾ, കോണ്ടന്റ് മിസ്മാനേജ്മെൻറ്റ് എപ്പോഴും ഉണ്ട്, അലോട്ട് ചെയ്ത് കിട്ടിയത്, അതായത് എൻ്റെ സൗകര്യം അനുസരിച്ച് ഷോ കിട്ടിയത് ഈ പറഞ്ഞ 3 വെന്യൂസിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ ഒബ്രോളിലേക്ക് കഴിവതും പോവാതിരിക്കാറാണ് പതിവ്. പക്ഷേ ചില സമയങ്ങളിൽ വേറെ എങ്ങും ഷോ ഉണ്ടാവില്ല. വനിതാ സിനിപ്ലക്സ് ചിലപ്പോൾ കാസ്റ്റങ്കർ ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ആ ഷോ നഷ്ടപ്പെടും. വേറെ നിവൃത്തിയില്ല. അപ്പോൾ അധികം ദൂരം പോകാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഞാൻ PVR ഒബ്രോണിൽ പോകും. ഞാൻ ഈ പറയുന്നതല്ല എൻ്റെ എക്സ്പീരിയൻസുകളാണ്. നിങ്ങൾക്കത് വേറെ സംഭവങ്ങളായിരിക്കാം. പക്ഷേ ഞാനെപ്പോഴും ഒരു സിനിമ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രൊജക്ഷൻ യൂസ്ഡ്, വാട്ട് ഈസ് ദ സൗണ്ട്, ഇത് നോക്കിയിട്ട് ഞാൻ പോകുള്ളൂ. അങ്ങനെ ആവണം ഓരോരുത്തരും എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം അത് വേറെ ഒന്നും വെച്ചിട്ടല്ല. നിങ്ങളൊരു ഫോൺ വാങ്ങിയാണ്, ആ ഫോൺ നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ ഭംഗി മാത്രം നോക്കിയോ എന്തെങ്കിലും ആണോ? ആ ഫോണിന് പ്രൈസിങ് എങ്ങനെയായിരിക്കും പൊതുവേ ചെയ്തിരിക്കുന്നത്? ഏതൊരു ഫോൺ കമ്പനി, ഞാൻ ഒരു എക്സാമ്പിളേ പറയുന്നുള്ളൂ. ഇതൊരു TV ആവാം, ഫോണാവാം, ഫ്രിഡ്ജാവാം, വാഷിംഗ് മെഷീൻ ആവാം, എന്തോ ആവാം. അതിൽ എന്ത് സ്പെസിഫിക്കേഷനാണ് ഉള്ളത്, എന്ത് ഫീച്ചേഴ്സാണ് ഉള്ളത്, അതനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ സിനിമ കളിക്കുന്ന പർട്ടിക്കുലർ തിയേറ്ററിൽ അതിനും മാത്രമുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ, അവിടുത്തെ പ്രൊജക്ഷൻ നല്ലതാണോ, അവിടുത്തെ സൗണ്ട് നല്ലതാണോ, ഇതൊക്കെ നോക്കിയിട്ടേ ഞാൻ പോകാറുള്ളൂ. കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് എനിക്ക് വിലയുണ്ട്, മൂല്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ നോക്കി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓഫറുകൾ വരുമ്പോൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അത് 99 രൂപ ആവുന്നുള്ളൂ. ഒരു 150 രൂപ മുകളിൽ മുടക്കി ഒരു തിയേറ്ററിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ വെന്യൂ സെലക്ട് ചെയ്യൂല. അൺലെസ് ആൻഡ് അണ്ടിൽ വേറെ എങ്ങും സിനിമയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലേസറുള്ള ഇവരുടെ തന്നെ ഇതേ സ്ഥാപനത്തിൻ്റെ PVRോ ഇനോക്സിൻ്റെയോ ലേസറുള്ള അറ്റ്മോസ് ഉള്ള ഒരു തിയേറ്റർ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറേ സിനിമകൾ ഇവരുടെ തന്നെ മറ്റൊരു സ്ഥാപനമായ PVR ഫോറമുള്ള PXൽ പോയി കാണുന്നത്. കാരണം അവിടെ ലേസർ വിത്ത് അറ്റ്മോസാണ്. ഇനോക്സ് വൈകാതെ വരും. അപ്പോൾ ഞാൻ അവിടെയും ലേസർ അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കാണാൻ ശ്രമിക്കും. ഞാനിപ്പോൾ മുംബൈയിലായിരുന്നെങ്കിൽ ഒരൊറ്റ സീനോൺ പ്രൊജക്ഷനുള്ള തിയേറ്ററിൽ ഞാൻ കാലുത്തൂല, അത് ഉറപ്പാണ്. കാരണം കൊച്ചിയോ അല്ലെങ്കിൽ കേരളം പോലെയൊന്നുമല്ല, കണ്ടമാനം
ലേസർ വിത്ത് അറ്റ്മോസ് സ്ക്രീൻസാണ് മുംബൈയിലും ഡൽഹിയിലൊക്കെ ഉള്ളത്. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ അങ്ങനെയാണ്. തൃശ്ശൂർ ഇനോക്സ് ഉള്ള ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും ചുറ്റുപാടുള്ള തൃശ്ശൂരുള്ള മറ്റുള്ള തിയേറ്റേഴ്സ് ഒക്കെ അതിനേക്കാളും 10 മടങ്ങ് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് എൻ്റെ അഭിപ്രായം. കാരണം മറ്റുള്ള തിയേറ്റേഴ്സ് നോക്കുമ്പോഴേക്കും ഒക്കെ 4K ലേസർ അറ്റ്മോസ്, അതും അതിനകത്ത് ചിലതൊക്കെ ഫുൾ അറ്റ്മോസ് 64 ചാനൽ. ഇനോക്സിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ പരിതാപകരമായിട്ടാണ് എനിക്ക് ഫീൽ ആവാറുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ തിരിച്ച് പോകാൻ ഒരിക്കലും ആലോചിക്കില്ല അൺലെസ് ആൻഡ് അണ്ടിൽ ദേ അപ്ഗ്രേഡ് ദെയർ സിസ്റ്റംസ്. കാരണം എന്തിനും ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ 150 രൂപ മുകളിൽ മുടക്കി എന്തിനും ഞാനൊരു മീഡിയോക്കർ പ്രൊജക്ഷൻ എന്ന് എനിക്ക് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ സൗണ്ടൊന്നും പോരാന്ന് എനിക്ക് തോന്നിക്കുന്ന ഇവരുടെ ഇത്തരം സ്ഥലങ്ങളിൽ പോകണം. അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും വിചാരിക്കുന്നത് 99 രൂപയുടെ ഓഫർ വരട്ടെ. ഇപ്പോൾ 4DX ആണെങ്കിൽ 199 റുപ്പീസിന് ഓഫർ വരട്ടെ, അപ്പോൾ പോവാം. എന്നിട്ട് പോലും ചില സമയത്ത് 199 ഓഫർ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, ആ 4DX പോകണോ? അത് സീനോണല്ലേ, 2K സീനോണല്ലേ, അവിടെ 199 രൂപക്കും പോലും അത് വേർത്താണോ? അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. കാരണം എനിക്കിപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, സിനിപോളിസിലുള്ള ഐമാക്സ്. അവിടെ ഇടയ്ക്ക് 199 റുപ്പീസിന് ഓഫർ വരും. ഈവൻ എക്സ്ട്രാ കൂപ്പണും കൂടി കിട്ടും. എന്ത്, സിനിപോളിസ് 25 എന്ന് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ അങ്ങനെയാണ് ഡ്യൂൺ പാർട്ട് 2 മിക്കി 17 126 രൂപ 160 രൂപ കണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സിനിമകൾ പോയി കണ്ടത്. അപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇവിടെ എന്തോരം ഇപ്പോൾ ലേസർ അറ്റ്മോസ് തിയേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് ഈ 99 ഓഫർ വരാനാണ്. ഞാൻ സത്യമായിട്ട് പറയാനാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഓഫർ വരാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ ഇന്ന് ഇടാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. നാളെ ട്യൂസ്ഡേ ആണ്, ഈ പറഞ്ഞ ഓഫർ നാളെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമകൾ കാണാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, PVR പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് നിങ്ങൾ നോക്കണം. എല്ലാ തിയേറ്ററിലും ഈ ഓഫർ എല്ലായിടത്തും എല്ലാ സിനിമയ്ക്കൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഫോറത്തിന് ഓഫർ ഉള്ളത് ലുലുമോളിൽ ഉണ്ടാവണമെന്നില്ല, ഒബറോണിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതങ്ങനെ മാറി മറിയൊക്കെ വരും. അവർ തോന്നിയ പോലെയൊക്കെ ഞാൻ അത് ഇതുവരെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓരോ വെന്യൂവിലും ഓരോ പോലെയാണ് ഓഫർ. ഓരോ സിനിമകൾക്കും പല പല ഓഫറാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ VDS വീരധീര സൂര്യൻ കാണാൻ പോയപ്പോഴേക്കും ഫോറമോളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് തിയേറ്റർ. പക്ഷേ അവിടെ ഓഫർ ഉണ്ടായിരുന്നില്ല. ഓഫർ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ലുലു പോയത്. അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഇതിപ്പോൾ 99 റുപ്പീസ് കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഓക്കെ 99 റുപ്പീസ് അല്ലേ ഉള്ളൂ, അങ്ങനത്തെ മൈൻഡിൽ ഞാൻ പോണത്. ഈവൻ പണ്ട് PVRലൊക്കെ പോകുമ്പോഴേക്കും വിശന്ന് ചത്തിരിക്കണമെന്നുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. കാരണം 10 രൂപ കപ്പലിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ അതും തരുന്നില്ല. എപ്പോൾ ചോദിച്ചാലും അത് സ്റ്റോക്കില്ല. ഇതാണ് അവർ പറയുന്നത്. പിന്നെ 99 റുപ്പീസിൻ്റെ മറ്റേ കോംബോ ഓഫർ, അതിൻ്റെ ഒരു ടെസ്റ്റ് പറഞ്ഞുതരാം. പലപ്പോഴും ഈ ഓഫറിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 9 AM to 6 PM എന്തോ ആണ്. ഈ ഓഫറിൻ്റെ ഷോ വരുന്നതൊക്കെ മിക്കപ്പോഴും ആ ഫുഡ് കോംബോ ഓഫർ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ആയിരിക്കും. അതും വേറൊരു ദുരന്തം. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് മനസ്സോട് വിചാരിച്ചാലും ആ ഓഫർ കിട്ടില്ല. കാരണം എന്താ, അതിൻ്റെ ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഈ സിനിമ തുടങ്ങുന്നത് ആ ഒരു പർട്ടിക്കുലർ ഓഫർ ടൈമിൻ്റെ ശേഷമായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ എങ്ങനെയാടേ? പണ്ട് ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ 99 ഓഫർ കിട്ടും, അവിടെ ചെല്ലുമ്പോൾ മറ്റേ 99 ഫുഡിൻ്റെ ഓഫറും കിട്ടും. അങ്ങനെയൊക്കെ ഞാൻ എന്തോരം സിനിമ അനിമയുടെ കൂടെ പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 99 റുപ്പീസ് സിനിമയും കണ്ട് 99 റുപ്പീസിന് ഫുഡിൻ്റെയും ഡ്രിങ്കിൻ്റെയും ഓഫർ എടുത്തുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് PVR ഇനോക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് വീണ്ടും 20% ഓഫർ എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം മൊത്തം ഞാൻ പറഞ്ഞില്ല, ഇത് PVR എന്നുള്ള സ്ഥാപനം, അജയ് ബിജിലി കഷ്ടപ്പെട്ടുണ്ടാക്കിയ PVR എന്നുള്ള സ്ഥാപനത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് കൃത്യമായിട്ട് അവർ അന്വേഷിക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ പ്രേക്ഷകർ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും വന്ന് ഈ കംപ്ലൈൻറ്റ് ബോക്സ് പോലെ പറയുന്നതിന് പകരം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് അവരോടാണ് അറിയിക്കേണ്ടത്. ഈ പറഞ്ഞ ട്വിറ്ററിൽ ഇവരെല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് തന്നെ ഇവരുടെ കംപ്ലൈൻറ്റ്സ് പറയാനുള്ള സംഭവങ്ങൾ ഇവരുടേതായ വെബ്സൈറ്റും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ PVRൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്നിട്ട് എനിക്ക് ഒരു കംപ്ലയിൻറ്റ് രേഖപ്പെടുത്താനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഫീഡ്ബാക്ക് അറിയിക്കാനുണ്ട്, അതിനുള്ള ഇമെയിൽ ID കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട് അത് മേടിച്ച് നിങ്ങൾക്കത് ചെയ്യാം. അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും ഇത് ചെയ്യാതെ ഇവരിതൊന്നും തിരുത്തുന്നു എനിക്ക് തോന്നുന്നില്ല. സ്വയമേ തിരുത്തണം എന്നായിരുന്നെങ്കിൽ പണ്ടേ തിരുത്തിയാനെ. ഇതിപ്പോൾ എത്ര കൊല്ലമായി ഈ തിയേറ്റർ ഇവിടെ തുടങ്ങിയിട്ട്, എന്നിട്ടും പ്രൊജക്ഷനോ സൗണ്ടോ ഒന്നും അപ്ഗ്രേഡ് ചെയ്യാത്ത ഒരവസ്ഥ. ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ 6 ഇപ്പോൾ ലേസർ ആക്കിയിട്ടുണ്ട്, സ്ക്രീൻ 5 ലേസർ ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രം ചെയ്താൽ പോരാ. ഒരു പ്രൊജക്ഷൻ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സ്ക്രീൻ കൂടെ അവിടെ വേണം.
അപ്പോൾ സ്ക്രീനും പുതിയത് വെക്കുകയോ അതും അല്ലെങ്കിൽ പുതിയത് വാങ്ങണ്ട, നിങ്ങൾ ആ ഓൾറെഡി ഉള്ള സ്ക്രീൻ ഒന്ന് ഫോം വാഷ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് വൃത്തിയാക്കുക എന്നുള്ള മിനിമം കാര്യം ചെയ്തുകൂടെ? അത് ചെയ്യാൻ പറ്റും, അത് ചെയ്യുന്നില്ല. അറ്റ്മോസ് ഇത്രയും വലിയ പ്രീമിയം എന്ന് അവകാശപ്പെടുന്ന ഒരു സൈറ്റാണ് അല്ലെങ്കിൽ ഒരു വെന്യൂ ആണ് PVR ലുലു എടപ്പള്ളി. എന്നിട്ട് അവിടെ എന്തുട്ടാ പ്രീമിയം ഉള്ളതെന്ന് ചോദിച്ചു പോകുന്ന അവസ്ഥയാണ്. സീറ്റാണോ പ്രീമിയം ഉള്ളത്? സീറ്റും പലതും എൻ്റെ അനുഭവത്തിലും എക്സ്പീരിയൻസിൽ ഒടിഞ്ഞു കിടക്കുന്ന സീറ്റ് ഞാൻ എൻ്റെ വീഡിയോ തന്നെ പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. ആകെ ഇപ്പോൾ ഉള്ളത് ആ ഗോൾഡ് ആയിരുന്ന തിയേറ്റർ ഇപ്പോൾ ലക്സ് എന്തോ ആക്കി മാറ്റിയിട്ടുണ്ട്. ലക്സ് ആക്കി പിന്നെ ഞാൻ കയറിയിട്ടില്ല. അതാണോ അവിടെ 2 തിയേറ്ററിൽ അതുള്ളത്? 2 തിയേറ്റർ അവിടെയാണോ ആൾക്കാർ വരുന്നത്? സാധാരണ ജനങ്ങൾ വരുന്ന തിയേറ്റർ ആയാൽ 1 തൊട്ട് അത് വരെയുള്ള സീറ്റുകളൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണ ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പ്രീമിയം അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രമേ കേറ്റർ ചെയ്യുള്ളൂ, അവരുടെ സീറ്റ് ആദ്യം മാറ്റുള്ളൂ. അപ്പോൾ സാധാരണ ബാക്കി വരുന്ന ജനങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റോ ഒന്നും ഇല്ലേ? അങ്ങനെയൊക്കെയാണ് എനിക്ക് ചോദിച്ചു പോകാൻ തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ സീറ്റൊന്നും പുതിയത് വെച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഫുള്ള് 9 സ്ക്രീൻ ഉണ്ടായിട്ട് ഒരു തിയേറ്ററിൽ മാത്രമേ അറ്റ്മോസ് ഉള്ളൂ. ഈ പറഞ്ഞ അൾട്രാ പ്രീമിയം ഗോൾഡ് കാറ്റഗറി പോലും അറ്റ്മോസ് ഇല്ല. എന്തു ദുരന്തമാണിതെന്നൊക്കെയാണ് എനിക്ക് മനസ്സിൽ തോന്നിപ്പോണത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. ഞാൻ ഇതാണ് എന്ന് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറയല്ല, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഈ സംഭവങ്ങൾ കാണുമ്പോൾ എൻ്റെ തോന്നലുകളാണ് ഞാനിവിടെ ഒന്ന് പറയുന്നത്. കാരണം ഇവിടെ ഞാൻ ഒരുപാട് വേറെ തിയേറ്റേഴ്സിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെയല്ല തോന്നിയേക്കണം. അപ്പോൾ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂർ ഞാൻ ഇടയ്ക്ക് പോകുന്ന ആളാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഗോൾഡും, അവിടെ ഗോൾഡ് കാറ്റഗറി പോലെ സിഗ്നേച്ചർ അങ്ങനെ എന്താ അതിൻ്റെ പേര്, കറക്റ്റ് പേര് എനിക്കറിയില്ല. അതായത് റിക്ലൈനർ സീറ്റോ മാത്രമുള്ള 2 സ്ക്രീനുകളുണ്ട്. 11 സ്ക്രീൻ എടുത്തിട്ടുണ്ട് അവിടെ. 11 9 മറന്നുപോയി. ഇത്രയും സ്ക്രീനിൽ 2 PLF, 1 എപ്പിക് സ്ക്രീൻ, 1 IMAX XT വിത്ത് ലേസർ. ബാക്കി എല്ലാ സ്ക്രീനും 4K ലേസർ വിത്ത് അറ്റ്മോസാണ്. എല്ലാ സ്ക്രീനും എല്ലാ സ്ക്രീനിലും ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ അറ്റ്മോസ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ് ചെയ്യേണ്ട. തിയേറ്ററിനകത്ത് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ മതി, മുകളിൽ സ്പീക്കർ ഉണ്ടാകുന്നുള്ളൂ. മിക്ക തിയേറ്ററിലും ഇവിടെ കേരളത്തിൽ ഉണ്ടാവില്ല. മൾട്ടിപ്ലക്സിൽ എസ്പെഷ്യലി 9 തിയേറ്റർ ഉണ്ടാവും, സ്ക്രീൻസ് ഉണ്ടാവും, ഒന്നിലൊക്കെ മുകളിൽ സ്പീക്കർ ഉണ്ടാവുള്ളൂ. ലുലുയുടെ അവസ്ഥയാണ് ഞാൻ പറയണത്. ഫോറം മുകളിലേക്ക് നോക്ക്, സ്ക്രീൻ ഫോളിൽ മാത്രം മുകളിലേക്ക് നോക്കിയാൽ സ്പീക്കർ കാണാം. ഫോറം മോള് കഴിഞ്ഞു എല്ലാം തുടങ്ങിയ തിയേറ്ററാണ്. അവിടെ എന്താ അവസ്ഥ? മുകളിലേക്ക് നോക്കിയാൽ സ്ക്രീൻ 4 PXL മാത്രമുണ്ട് മുകളിൽ സ്പീക്കർ, വേറെ എങ്ങുമില്ല. എന്തോന്നിട്ട് ഇത് കാലം. ഇപ്പോൾ വർഷം എന്താണ്? 2025. സാധാരണ തിയേറ്റർ വരെ അറ്റ്മോസ് ആക്കുന്ന സമയത്ത് ഇവർ ഈ മൾട്ടിപ്ലക്സിൽ ഇപ്പോഴും ഇത്രയും പൈസ ടിക്കറ്റ് വാങ്ങിയിട്ടും ഇത്രയും പ്രീമിയം ആണെന്നൊക്കെ സ്വയം അവകാശപ്പെട്ടിട്ടും ആകാശത്ത് നോക്കുമ്പോൾ ജോൺസീനിയാണ് ഒരു തിയേറ്ററിലെ മുകളിൽ സ്പീക്കറുകൾ. നിങ്ങളിതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. ആസ് പ്രേക്ഷകർ, ആസ് കസ്റ്റമേഴ്സ്, വി ഷുഡ് ക്വസ്റ്റ്യൻ ദം. വൈ ഞാൻ ഇത്രയും പേ ചെയ്തിട്ടും എനിക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങൾ കിട്ടുന്നില്ലല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ നിങ്ങളൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങി അവിടെ കയറി അതിൻ്റെ ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയായിട്ട് പൈസ കൊടുക്കുന്ന ആളാകുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ഷൻ ഏതാ, സൗണ്ട് ഏതാ, അതിന് ഉത്തരം അവർ തരണം. കാരണം നമ്മൾ അവരുടെ ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പോൾ അവരെന്ത് ഫെസിലിറ്റിയാണ് തരണേ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു ഡാറ്റ കേബിൾ വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കില്ല ഈ ഡാറ്റ കേബിൾ സ്പീഡ് എന്താ, ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എന്താ, അല്ലെങ്കിൽ എന്താണ്, അപ്പോൾ അത് അതിനുള്ളത് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിലുണ്ടല്ലോ. അപ്പോൾ ഇവർ പൊതുവെ നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നും പറയൂല. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഇതിനകത്ത് ഇടപെട്ടിട്ട് നമുക്ക് ആ ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. ഒന്നെങ്കിൽ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാ സ്ക്രീനിൻ്റെയും സ്പെക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ഇപ്പോൾ ഇവർ സ്ക്രീനിൻ്റെ സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, പല കാര്യങ്ങളും. ഈവൻ PVRനകത്ത് കയറുന്ന മുന്നിൽ ലെഫ്റ്റ് സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഇവരുടെ പ്ലാൻ PVRൻ്റെ തിയേറ്ററിൻ്റെ ലേ ഔട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഇനി തൊട്ട് ഗവൺമെൻറ്റും സത്യം പറഞ്ഞാൽ ഇടപെട്ടിട്ട് ഒരു കാര്യം ചെയ്യണം. അതായത് സ്ക്രീൻ 1 അവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ഏതാ, അവിടെ ഉപയോഗിക്കുന്ന സ്പീക്കർ ഏതാണെന്നുള്ളത് ഓപ്പണായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. കാരണം അതറിയാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളവിടെ പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങുമ്പോൾ അവിടെ ചെന്ന് കാണാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളൊരു
പ്രൊഡക്റ്റ് വാങ്ങാൻ പോവാണ്, അതിൻ്റെ പുറകിലോ സൈഡിലോ എവിടെയെങ്കിലും എൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ടാവുമല്ലോ. സ്പെസിഫിക്കേഷൻ എഴുതാതെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു സർവീസ് നൽകാൻ പറ്റുമോ? എൻ്റെ അറിവിൽ വേറെ ഇല്ല. തിയേറ്ററുകളിൽ മാത്രമാണ് ഇത് ഞാൻ കണ്ടേക്കണത്. അവിടെയാണ് വീണ്ടും ഞാൻ ഈ പേരെടുത്ത് പറയുന്നത് വനിതാ സിനിപ്ലക്സ് ഞാൻ കുറച്ചുകൂടി മാനിക്കുന്നത്. കാരണം എന്താ, അവരുടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്നാൽ അവിടെ ഏത് കമ്പനിയുടെ പ്രൊജക്ടറാണ് ഉപയോഗിക്കണം, ഏത് 3D മോഡുലേറ്ററാണ് ഉപയോഗിക്കണേ, ഏത് കമ്പനിയുടെ സ്പീക്കറാണ് ഉപയോഗിക്കണം, അതൊക്കെ പുറത്ത് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് നോക്കിയാൽ മനസ്സിലാവും, ഓ സ്ക്രീൻ 1 അവിടെ ഇതായിരിക്കണം. ആകെ അത് എഴുതി അങ്ങനെ കാണാത്ത സ്ക്രീൻ 4 സ്ക്രീൻ 4 എവിടെയും ഞാൻ RGB ലേസർ എന്ന് എഴുതി കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഐ ഡൗട്ട് സ്ക്രീൻ 4 പ്രൊജക്ടർ ലേസർ അല്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. 4K 3rd ജനറേഷൻ സീനോൺ പ്രൊജക്ടറാണെന്നുള്ള ഡൗട്ട് എനിക്കുണ്ട്. കുറച്ച് കാലമായിട്ട് എനിക്കതുണ്ട്. ഞാനിങ്ങനെ സൂം ചെയ്ത് ഞാൻ ഒരു തവണ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് അവിടെ ഇരിക്കുന്ന പ്രൊജക്ടർ ലേസർ അല്ലാതെ എനിക്ക് തോന്നി. അത് എന്നേലും ഒന്ന് കൺഫേം ചെയ്യണം. അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. ഓണർ ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ അതെനിക്കൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ട്, അവർക്ക് തെറ്റുപറ്റി പോയോ എന്നുള്ളത്. കാരണം ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോഴേക്കും സ്ക്രീൻ 4 ലേസറിന് എഴുതിയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഫോൺ എടുത്തിട്ട് സൂം ചെയ്ത് ഫോട്ടോ എടുത്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പ്രൊജക്ടർ നെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ കാണുന്നത് അത് ലേസർ അല്ല എന്നുള്ള രീതിയിലാണ്. 4K ആണ്, പക്ഷേ ലേസർ അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം സ്ക്രീൻ 4 ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ആ പ്രൊജക്ടർ എല്ലാം നന്നാക്കാനായിട്ട് കൊണ്ടുപോയതാണോ, ആ സമയത്ത് വന്നാണോ, അങ്ങനെ എനിക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അവിടെ. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെച്ചത് 4 സ്ക്രീനും 4K ലേസർ ആണെന്നുള്ളതാണ്. പിന്നെ ഓവർഹെഡ് സ്പീക്കേഴ്സ് 4 സ്ക്രീനിലുണ്ട്. പക്ഷേ സ്ക്രീൻ 4ൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ അത് ഞാൻ എന്തായാലും ഇൻഡിവിജ്വലായിട്ട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റിലുള്ള ബാക്കിയുള്ളവരായിട്ട് സംസാരിച്ചിട്ട് ഞാനൊരു ക്ലാരിറ്റി തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെറ്റ് എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ അപ്പോൾ അത് തിരുത്താനുള്ള ഒരു സംഭവം കൂടി അവർക്കുണ്ട്. എനിക്ക് ഡൗട്ടുണ്ട് ആ പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ. കാരണം പൊതുവേ ലേസറിൻ്റെ ഒരു പ്രൊജക്ടർ വരുമ്പോൾ അതിൻ്റെ ഒരു ലെൻസിൻ്റെ ഒരു സാധനം ഇങ്ങനെ മുഴച്ചാൽ നിൽക്കണത്. ഇതങ്ങനെയല്ല ഇരിക്കണത്. പിന്നെ പണ്ട് നമ്മുടെ ചാനലിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തതും ഞാനിപ്പോൾ ഓർക്കുന്നു. സ്ക്രീൻ 4 ചേട്ടാ ലേസർ അല്ല, അത് 4K സീനോൺ ആണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആ കമൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഒരു റൂള് വെക്കണം. അതായത് തിയേറ്ററുകളിൽ അവരവിടെ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ ഏതാണ്, സ്പീക്കർ ഏതാണെന്നുള്ളത് അവിടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. അതൊരു സിസ്റ്റമാക്കി മാറ്റണം, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാക്കി മാറ്റണം എല്ലാ തിയേറ്ററിൻ്റെ കേസിലും. ഇപ്പം ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ പോലും തന്നെ ബാക്കി പല തിയേറ്ററുകളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ ലേസറാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സ്പീക്കർ സിസ്റ്റം എന്നൊക്കെ. ഒരിടയ്ക്ക് ബുക്ക് മൈ ഷോയിലും PVRൻ്റെ സ്ഥാപനങ്ങളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ കാര്യം ഞാൻ പറയണത്. ഇപ്പോൾ ഒന്നുമില്ല, ഫുൾ കാലി, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു സാധനം അതിനകത്ത് എഴുതിയിട്ടില്ല. നമ്മളിത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തോ എററാണെന്നൊക്കെ. എത്ര കാലം എടുക്കൂടെ ഒരു എറർ തിരുത്താനായിട്ട്? എത്ര മാസങ്ങളായി ഇപ്പോൾ അതങ്ങനെ കിടക്കുന്നത്. ലേസർ ഏതാണ് വെന്യൂ, സീനോൺ ഏതാണ്, 2K ഏതാണ്, 4K ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒന്നും കൊടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു റൂളാക്കി മാറ്റേണ്ടതാണ്. എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബുക്ക് മൈ ഷോയിലാണേലും ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ ആണെങ്കിലും ഏത് ബുക്കിംഗ് ആപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുക്കണം. സ്ക്രീൻ 9 ഉണ്ടെങ്കിൽ സ്ക്രീൻ 1 ഏതാണ് പ്രൊജക്ടർ, ഏതാണ് സൗണ്ട്. കാരണം നമ്മളത് അറിയാൻ ബാധ്യസ്ഥനാണ്. നമുക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ കാണാൻ ചെല്ലുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവിടെ ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് നമ്മുടെ ഈ രാജ്യത്തുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആ പറയുന്നത് തെറ്റാണെങ്കിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ തോന്നിയെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും കുറേ കാര്യങ്ങൾക്ക് എനിക്ക് ക്ലാരിറ്റി വരാനുണ്ട്. നമുക്കിങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലും പല കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് നമ്മൾ എത്തി നോക്കുന്നത്. അങ്ങനെ എത്തി നോക്കേണ്ട ഭാഗമായിട്ടാണ് എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ഫീൽ ആയിരിക്കുന്നത്. എന്തായാലും ഞാൻ അടുത്ത് തന്നെ ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ചതേ ഒരു X200 Pro പോലത്തെ ഒരു, അല്ലെങ്കിൽ സാംസങ് S25 Ultra പോലത്തെ ഒരു ക്യാമറ മേടിക്കണം. എന്നിട്ട് സൂം ചെയ്ത് ഓരോ പ്രൊജക്ടറും നോക്കണം എന്നുള്ള. നിങ്ങൾക്കും അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർ എന്തോരം പേരുടെ കയ്യിൽ ഈ പറഞ്ഞ ഫോണുകളുണ്ടാവും. X200 Pro അല്ലെങ്കിൽ സാംസങ് അൾട്ര, അതായത് പെരിസ്കോപ്പ് ലെൻസുള്ള ഫോണുള്ള ആളുകൾ എനിക്ക് ദയവ് ചെയ്ത് ഒരു സഹായം ചെയ്തു തരണം. നിങ്ങൾ അടുത്ത തവണ സിനിമ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അതൊരു പ്രാക്ടീസ് ആക്കി മാറ്റുക, നിങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഗുണം ചെയ്യും. എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രൊജക്ഷൻ ബൂത്തിലേക്ക് ക്യാമറ ഫുൾ സൂം ഇൻ ചെയ്തിട്ട് ആ പ്രൊജക്ടറിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക.
ഇപ്പോൾ ഗൂഗിൾ ലെൻസ് ഉൾപ്പെടെ ഉള്ള സംവിധാനം ഉള്ളതുകൊണ്ട് എന്താ ഗുണം എന്ന് പറയട്ടെ, ആ പ്രൊജക്ടറിൻ്റെ ഫോട്ടോ ഒന്ന് നെക്കി പിടിച്ചിട്ട് ഇത് ഗൂഗിളിൽ സെർച്ച് കൊടുത്താൽ ആ പ്രൊജക്ടറിൻ്റെ മോഡൽ നമ്പർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ആ മോഡൽ നമ്പറിൽ ആ 4 ഡിജിറ്റ് നമ്പർ കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ ആ പ്രൊജക്ടറിൻ്റെ ഫ്രണ്ട് വശം കിട്ടിയാൽ പോലും ആ പ്രൊജക്ടർ ഏത് കൊല്ലം മാനുഫാക്ചർ ചെയ്തതാണ്, എന്താണ് അതിൻ്റെ ക്ലാരിറ്റി ഔട്ട്പുട്ട്, എത്ര ലൂമൻസിൻ്റെ പ്രൊജക്ടറാണ്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് ഞാൻ ചുരുക്കി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫോർ എക്സാമ്പിൾ, ക്രിസ്റ്റി പ്രൊജക്ഷൻ്റെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP എന്ന് പറഞ്ഞായിരിക്കും സ്റ്റാർട്ടിങ്. CP 4 ഡിജിറ്റ് നമ്പർ. ആ CP എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റി പ്രൊജക്ഷൻ എന്നാണ് അർത്ഥം. 4 ഡിജിറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4445 ആണെന്ന് വിചാരിച്ചോ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആദ്യത്തെ 4 എന്ന് പറഞ്ഞാൽ 4K എന്നുള്ള റെസൊല്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം അവിടെ 2 വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2K എന്നുള്ള റെസൊല്യൂഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ അക്കം 2 4 1 എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം 1 ആണെന്നെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ, 2 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ജനറേഷൻ, 3 ആണെങ്കിൽ തേർഡ് ജനറേഷൻ, 4 ആണെങ്കിൽ ഫോർത്ത് ജനറേഷൻ. ഈ പറഞ്ഞ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഇത് ഏത് ജെൻ പ്രൊജക്ടറാണെന്നുള്ളത് ഈ നമ്പർ കോഡ് അടിച്ച്, ഈ 4 അക്ക നമ്പർ കോഡ് വെച്ച് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ അതാത് ഓരോ പ്രൊജക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്റ്റി ആണെങ്കിൽ ക്രിസ്റ്റി 4445 ആണെങ്കിൽ അത് ക്രിസ്റ്റിയുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്താൽ അത് ലേസർ പ്രൊജക്ടറാണോ അല്ലെങ്കിൽ അതൊരു സീനോൺ പ്രൊജക്ടറാണോ, അതിൻ്റെ ലൂമൻസ് കപ്പാസിറ്റി എത്രയാണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈവൻ ഈ പ്രൊജക്ടർ എന്ന് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി, എന്ന് വിൽക്കാൻ തുടങ്ങി, എന്നത് ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിർത്തലാക്കിയിട്ടുണ്ടോ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പർട്ടിക്കുലർ തിയേറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു വെന്യൂവിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ എത്ര പഴക്കമുള്ളതാണ്, എത്ര പഴക്കം കുറഞ്ഞതാണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ചെയ്തു തന്നാൽ എനിക്കും വളരെ സൗകര്യമായിരിക്കും. തിയേറ്റർ പ്രേമികളായിട്ടുള്ളവർ തീർച്ചയായിട്ടും ആരുടെയും കയ്യിൽ ഇതുപോലെ സൂം ചെയ്യാൻ പറ്റുന്നുള്ള ക്യാമറ ഉണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് പ്രൊജക്ടറിൻ്റെ ഫോട്ടോ സൂം ചെയ്തിട്ട് എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരിക. ഞാൻ ഏതൊക്കെ തിയേറ്ററാണോ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഏത് സ്ക്രീനാണെന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ടറിൻ്റെ നമ്പർ നോക്കി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുത്തു തരാം. എനിക്കത് എടുത്തു തരാൻ അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ പറഞ്ഞു തരേണ്ടതാണ്. തിയേറ്റർ പറഞ്ഞു തരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നണേണ്, ഈ തിയേറ്റർ 4K എന്ന് പറഞ്ഞിട്ട് 2K ക്ലാരിറ്റി ഉള്ളല്ലോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൂം ചെയ്ത് എനിക്കത് അയച്ചു തരാം. കൂടെ ഫോട്ടോ അയക്കുന്നതിൻ്റെ കൂടെ പറയുക ഇത് ഏത് തിയേറ്റർ, ഏത് ലൊക്കേഷൻ, ഏത് സ്ക്രീനാണെന്നുള്ളത് പറയാം. ഞാൻ അത് നോക്കി അതിൻ്റെ സീരിയൽ നമ്പർ നോക്കി ഞാൻ പറഞ്ഞുതരാം. അതൊരു 2K ലേസർ അല്ലെങ്കിൽ സീനോൺ പ്രൊജക്ടറാണോ, അത് ഒരു ഏത് ജനറേഷനിൽ ഏത് കൊല്ലം ഇറങ്ങിയ പ്രൊജക്ടറാണ്, അതിൻ്റെ ലൂമൻസ് കപ്പാസിറ്റി എത്രയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് 2 അക്കം 4 ലാസ്റ്റ് 2 അക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1000 എന്നാണ് വായിക്കേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് 2 അക്കം 15 എന്നാണെങ്കിൽ 15 ഇൻറ്റു 1000, അതായത് 15000 ലൂമൻസ്, 15,000 ലൂമൻസ് എന്നർത്ഥം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 4445 ആണെങ്കിൽ ലാസ്റ്റ് 2 അക്കം 4545, ദാറ്റ് മീൻസ് 45,000 ലൂമൻസ് കേപ്പബിൾ ആണെന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ ബാർകോഡ് ആണെങ്കിൽ SP4K, SP2K എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പ്രൊജക്ടറിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് 2 അക്കമോ 3 അക്കമോ ആയിരിക്കും വിത്ത് ഒരു ആൽഫബറ്റ്. ഫോർ എക്സാമ്പിൾ പ്രസാദ് PCX, ഇന്ത്യ അണ്ടറിലെ ഏറ്റവും മികച്ച തിയേറ്റർ എന്ന് എല്ലാവരും ഒന്നടങ്കം പറയുന്ന നോൺ ഐമാക്സ് ആയിട്ടുള്ള ഒരു ഗംഭീര തിയേറ്റർ. പ്രീവിയസ്ലി ഒരു 70mm ഐമാക്സ് ആയിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ ബാർകോ SP4K 60L ആണ്. 60,000 ലൂമൻസ് കപ്പാസിറ്റി ഉള്ള പ്രൊജക്ടർ. അതുപോലെ പല വെന്യൂസ് ഉണ്ട്. ഇപ്പോൾ ഹൈലൈറ്റിന് മുകളിൽ ചില പ്രൊജക്ടർ അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഗീഗോ നടത്തുന്ന ചാനലായ തിയേറ്റർ ബാൽക്കണി എന്നുള്ള ചാനലിൽ പോയി കഴിഞ്ഞാൽ ഹൈലൈറ്റ് മോളിൻ്റെ പാലക്സി സിനിമാസിൻ്റെ വീഡിയോ ഉണ്ട്. വ്യക്തമായിട്ട് അവർ ഓരോ സ്ക്രീനിൻ്റെ സ്പെക്ക് പറയുന്നുണ്ട്. ഓരോ സ്ക്രീനിൻ്റെ സ്പെക്ക് അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് PVR എന്നുള്ള സ്ഥാപനത്തിന് മാത്രം കേരളത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട്, അതെനിക്ക് മനസ്സിലാകാത്തത്. ട്രിവാൻഡ്രത്തുള്ള സ്പെക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അറിയില്ല, അത് അവരാർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ട്, എന്താണ് അങ്ങനെ ഒരു പ്രവണത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളവിടെ ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമില്ല അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്. ഞാൻ കാണാൻ പോകുന്നത് എന്ത് ക്വാളിറ്റിയിലാണെന്നുള്ളത് എന്നോട് പറയുക, എനിക്കതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ നൽകുക എന്നുള്ളത് അവർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
ഞാൻ പൈസ കൊടുത്ത് അവിടെ ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യുമ്പോൾ എനിക്കത് അറിയാനുള്ള അവകാശമില്ലെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് വരുന്നുണ്ട്. വേറെ എങ്ങും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മുംബൈ പോയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ സ്ക്രീനിൻ്റെ സൈസ് അവിടെ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ, വരൂ സാർ നമുക്ക് പ്രൊജക്ടർ റൂം കാണാമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വെട്ടായതാണ്, നാട്ടുകാർക്ക് ഭ്രാന്താണ്. അങ്ങനെ ഇപ്പോൾ എനിക്ക്. കാരണം ഈവൻ VB സിനിമാസ് തൃപ്പയാറ് പോയപ്പോൾ ഓണറാണ് പറയുന്നത്, കമോൺ നിഖിൽ നമുക്ക് പ്രൊജക്ടർ റൂം കാണാമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ ആ ട്രാൻസ്പെറൻസിന് ഞാൻ ഹാറ്റ്സ് ഓഫ് പറയുന്നു. കാരണം അതാണ്, അങ്ങനെ ആവണം ഒരു തിയേറ്റർ. അത്രയും ട്രാൻസ്പെറൻ്റ് ആവണം. അവിടെ എന്താ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാനോ ആൾക്കാരെ അറിയുന്നതിനോടോ ഒരു വിരോധമില്ലാത്ത ഒരു അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് വേണം തിയേറ്ററിൽ നിന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത്. വേറെ എന്തൊരു തിയേറ്റേഴ്സ് ഉണ്ട് കേരളത്തിന്, അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പക്ഷേ മൾട്ടിപ്ലക്സിൻ്റെ അടുത്ത് വന്നിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രീൻ ഏതാ അറിയില്ല, എന്താ സ്ക്രീൻ സൈസ് അറിയില്ല, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഇതെന്താണ് പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്താണ് അറിഞ്ഞുകൂടാത്തത്? അവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ഓഫീസർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. അതൊക്കെ അറിയാത്തതൊന്നുമല്ല, അറിയാം, പക്ഷെ പറഞ്ഞു തരാൻ മടിയാണ്. ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നവർക്കറിയാം. അതാണ് ഇവരുടെ പേടി. ഇതറിഞ്ഞ് കാരണം ഇത് ആളുകൾ അറിയാണ്. അപ്പം ഞാൻ കാണുന്ന ഒന്ന് 4K അല്ലല്ലേ, 2K, അത് ലേസർ അല്ലല്ലേ, അറ്റ്മോസ് അല്ലല്ലേ. ഇത് ആലോചിക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, എന്നിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് ഇത്രയും പൈസ മേടിക്കുന്നത്. ഇത് ചിന്തിക്കുന്ന അവർക്കറിയാം. അവരുപയോഗിക്കുന്ന സാധനങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്കിത് പറഞ്ഞു തരാൻ ഡൗട്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. എൻ്റെ ഒരു ചിന്ത ഇപ്പം അങ്ങനെയാണ്. മറ്റുള്ളവരെ കാര്യം എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറയാം. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. എൻ്റെ എക്സ്പീരിയൻസും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു. പിന്നെ ഇതൊരു സിനിമ റിവ്യൂ ചാനലോ അല്ലെങ്കിൽ സിനിമയുടെ അഭിപ്രായം മാത്രം പറയുന്ന ചാനലല്ല. ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഫിലിം റിവ്യൂവർ ആണെന്നോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റിവ്യൂവർ ആണെന്നോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനാണ്. അത് 5 മിനിറ്റ് ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ ഇതുപോലെ അരമണിക്കൂർ എടുത്തുനിന്ന് വരും. അത് കാണാൻ താല്പര്യമുള്ളവനും ക്ഷമയുള്ളവനും മാത്രം അത് കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ സ്കിപ്പ് അടിക്കുന്നവൻ സ്കിപ്പ് അടിച്ചോ. ഞാനിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പൈസയ്ക്കും ഞാൻ കൊടുക്കുന്ന പൈസയ്ക്കും മൂല്യമുള്ള രീതിയിൽ അതിന് ആ പൈസ മുടക്കുന്നതിന് നല്ല ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വരുത്താമോ അതിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, ഇനിയും തുറന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററുകളും ഈ മൾട്ടിപ്ലക്സും പൂട്ടിപ്പോകാമെന്നുള്ളതല്ല. അവർ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ സിനിമകൾ അവിടെ കാണാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. PVR ലുലു പോലെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള ഒരു തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു സ്പെക്കോടുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് അവിടെ സ്ഥിരമായിട്ട് പോയി സിനിമ കാണണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു വിഷൻ. അല്ലാതെ ചില ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ തിയേറ്ററുകളുടെ മാനേജ്മെൻറ്റിലുള്ള ചില ആളുകൾ, ഞാൻ അവരെ പേരെടുത്ത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ ഞാൻ എന്നാലും പറയാണ്, അവിടെ ഇനിയും എനിക്ക് പോയി സിനിമ കാണാനുള്ളതാണ്. എനിക്കവിടെ ആ ഒരു സ്ഥാപനം നശിഞ്ഞു പോകണമെന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാനാണ്. ചില ആളുകളുടെ നിർബന്ധ ബുദ്ധിയും ചില ആളുകളുടെ വിവരമില്ലായ്മയും ചില ആളുകളുടെ കുറേ പൊട്ടബുദ്ധി കാരണം ഒരു സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഇവിടെ പല സ്ഥാപനങ്ങളും ഇൻ്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള പല സ്ഥാപനങ്ങളിലും ഇവിടെ മോശമായ രീതിയിൽ പോകുന്നതിൻ്റെ കാരണം ഇതൊക്കെ നോക്കി നടത്തുന്നവനും ഇതൊക്കെ സ്കെഡ്യൂൾ ചെയ്യുന്നവനും ഇവിടെയൊക്കെ കോണ്ടൻറ്റ് മാനേജ് ചെയ്യുന്നവൻ്റെയൊക്കെ കഴിവുകേട് മൂലമാണ്. ഇവിടെയുള്ള ഇവന്മാരെല്ലാവരും ആണ് ഈ ബ്രാൻഡിനെ കുട്ടിച്ചോറാക്കുന്നതെന്നാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ദുബായിലുള്ളവർക്കറിയാം അവിടുത്തെ KFC എങ്ങനെയാണ്, അവിടുത്തെ കിറ്റ്കാറ്റ് എങ്ങനെയാണ്, അവിടുത്തെ പെപ്സി എങ്ങനെയാണ്, നാട്ടിലുള്ളത് എങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് തിയേറ്ററിൻ്റെ അവസ്ഥ. അതായത് നമ്മളിവിടെ ഉള്ള PVR വിസിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുംബൈയിലുള്ള ഇവരുടെ തന്നെ PVR ഇനോക്സ് തിയേറ്റേഴ്സ്, ഡൽഹിയിലുള്ള PVR ഇനോക്സ് തിയേറ്റർ, ബാംഗ്ലൂരിലുള്ള PVR ഇനോക്സ് തിയേറ്റേഴ്സ് പോയി നോക്ക്. ആ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഫോറം തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിയ ബാംഗ്ലൂർ ഫോറം കനകപുര മുകളിലുള്ള PVR സൂപ്പർപ്ലക്സ് ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്ക്. അതെങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് സിനിമകൾ കളിപ്പിക്കുന്നത്, അവിടെ എങ്ങനെയാണ് കോണ്ടൻറ്റ് മാനേജ് ചെയ്യുന്നത്, ഒന്ന് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ് ഇവിടെ ഉള്ളവന്മാർ. അത് ഞാൻ നേരിട്ട് പോയി അനുഭവപ്പെട്ടിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ പറയുകയാണ്. അതായത് നിങ്ങൾ ആലോചിക്കുക, ഒരേ സ്ഥാപനത്തിൻ്റെ 2 സ്ഥലങ്ങളിൽ 2 അറ്റത്തെ എക്സ്പീരിയൻസ്, ഒന്ന് ഭയങ്കര മികച്ചതും ഒന്ന് വളരെ മോശം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മളിവിടെ പോയി തിയേറ്ററിൽ സിനിമ കാണുന്നവരാവണ്ടാണ് ഞാൻ പറയണത്. ഞാൻ പൈസ കൊടുത്ത് ഒരാളുടെ ഓശാനം ഇല്ലാതെ ടിക്കറ്റ് പൈസ കൊടുത്ത് മേടിച്ചിട്ട് പോയി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കാണുന്ന ആളാണ്. അപ്പോൾ ആസ് എ കസ്റ്റമർ ആണ് ഞാനിതെല്ലാം പറയുന്നത്. എനിക്കൊരു ചാനലുള്ളതുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു മീഡിയം ഉള്ളതുകൊണ്ടും ഞാനതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാനത് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കാണണം, എന്നാലേ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ, ഈവൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹയർ അതോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് നെസസറി ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് നല്ല മികച്ച ഒരു അനുഭവം നമുക്കിവിടെ കിട്ടണം. കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് മാറി ചിന്തിക്കാൻ പറ്റണം. ഇവിടെ 200 രൂപ കൊടുത്താലും കുഴപ്പമില്ല, അവിടെ അതിനുള്ള മുതലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിക്കണം. മനസ്സിലായില്ലേ? അതിനുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. അത് അതിൻ്റേതായ സെൻസിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.